നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സെപ്റ്റംബർ 23 ആയുർവേദ ദിനമാണ്. എന്താണ് ആയുർവേദ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ആയുർവേദം എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? ഈ ആയുർവേദ ദിനത്തിൽ ആയുർമേഖല എന്തൊക്കെ പുതിയ പദ്ധതികളാണ് അല്ലെങ്കിൽ ആരോഗ്യശീലത്തിനായിട്ട് പുതിയ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ. ഡോക്ടർ നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ ആയുർവേദ ദിനം സെപ്റ്റംബർ 23. ഇപ്പോൾ ആയുർവേദ മേഖല ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും നമുക്കറിയാം, ദിനം പ്രതി പുതിയ പുതിയ വൈറസുകൾ വരുന്നു, പ്രതിരോധ ശക്തി കുറയുന്നു. അതുകൊണ്ട് തന്നെ ആയുർവേദം ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരികയാണ്. ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ ആയുർവേദ ശീലം പിന്തുടരുക എന്നത്. എങ്ങനെയാണ് ഈ ഒരു ആയുർവേദ ദിനത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നോക്കുന്നത്? ഇക്കൊല്ലം ഈ ആയുർവേദ ദിനത്തിൽ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ ഈ ആയുർവേദ ഗുരുക്കന്മാർക്കെല്ലാം ഒരു മോട്ടോ തന്നിട്ടുണ്ട്. പൊതുവായിരുന്നു ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ആയുർവേദം മനുഷ്യനും ഭൂമിക്കും. ആ ഒരു മോട്ടോ ആണ്. കാരണം ഈ ആയുർവേദം വെറുമൊരു ചികിത്സാ ശാസ്ത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. മനുഷ്യൻ ജനനം മുതൽ മരണം വരെ ആരോഗ്യത്തോടുകൂടി, ആ ആരോഗ്യം എന്നതിന് ശാരീരികമായും മാനസികമായും ധനപരമായും കുടുംബപരമായും ആത്മീയമായും സാമൂഹ്യമായും ഒരു വെൽബീയിങ്, ഒരു സുസ്ഥിരാവസ്ഥ, അതാണ് ആയുർവേദം ആരോഗ്യം കൊണ്ട് വിവക്ഷിക്കുന്നത്. മോഡേൺ അത് തന്നെയാണ്. കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, ഫാമിലിയൽ, ഫൈനാൻഷ്യൽ, സോഷ്യൽ, സ്പിരിച്വൽ വെൽബീയിങ്. ഇത് ഈ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം ഉണ്ടാക്കുന്നത് ഈ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, മനുഷ്യന് മാത്രമല്ല ആയുർവേദം, ഈ ഭൂമിക്കൊട്ടാകെ, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, മൃഗങ്ങൾക്ക്, ചെടികൾക്ക്, പ്രകൃതിക്ക്, ഇതെല്ലാം എങ്ങനെ സംശുദ്ധമാക്കാം. കാരണം ഈ സംശുദ്ധിയിലാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത്. വെറും മരുന്നുകൊണ്ടല്ല നമ്മൾ നിലനിൽക്കുന്നത്. കാരണം അത് നമുക്ക് തന്നെ അറിയാം, മറ്റേ ഒരു പറ്റാത്ത കാര്യം. കാരണം പോയ രോഗങ്ങളൊക്കെ തിരിച്ചു വരുന്നു. ഇപ്പോഴും ഒരു പനിയുടെ മുമ്പിൽ വിറക്കിയാണ്. ഇപ്പോൾ ഓരോരോ പനികൾ വന്ന് മസ്തിഷ്കജ്വരം, അമീബജ്വരം. അപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതിന് ഇത് ഏറ്റവും അടിസ്ഥാനം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി. അതെപ്പോൾ കുറയുന്നോ അപ്പോൾ രോഗം ഉണ്ടാവും. ക്യാൻസർ വിദഗ്ധന്മാരെന്നെ പറയുന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു ഡോക്ടർ നാരായണൻകുട്ടി ഡോക്ടറൊക്കെ അവർ പറയുന്നത്, വന്നാൽ നമ്മൾ പക്ഷെ വരാതിരിക്കാൻ നോക്കിയേ പറ്റൂ. കാരണം അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ആഹാരം അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി സംശുദ്ധമാക്കണം, പ്രകൃതി ശുദ്ധമാകണം. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം ചരക സംഹിത തുടക്കുന്നത് എന്തിനു വേണ്ടി ആയുർവേദം ഉണ്ടായി? അത് പറയും സർവഭൂതാനുകമ്പയ, എല്ലാ സർവ്വജീവജാലങ്ങളുടെയും അനുകമ്പത്തിനായിക്കൊണ്ടാണ്, അവരുടെ സംരക്ഷണത്തിനായിക്കൊണ്ടാണ് ആയുർവേദം അവതരിച്ച് ഉത്ഭവിച്ച് ഉണ്ടാക്കിയത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് ഈ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഭാഷയ്ക്ക് വ്യത്യാസം വരും. ആയുർവേദം ഒരു ഡെവലപ്ഡ് ശാസ്ത്രമാണ്. ഓരോ കാലഘട്ടത്തിൽ ആവശ്യമായതെല്ലാം ചർച്ച ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ആധുനിക വാക്യം ഒരു റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു മോഡേൺ ശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദം ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം സയൻസ് തമ്മിൽ വ്യത്യാസമില്ല. ആയുർവേദ ശാസ്ത്രം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഉപദേശിക്കുന്നതാണ് ശാസ്ത്രം. ശസ്യതേ അനേന ഇത് ശാസ്ത്രം. ഉപദേശിക്കണമെങ്കിൽ അത് തിയറി ആയിരിക്കണം. അത് കണ്ട് പഠിച്ച് തിയറി ആക്കിയിട്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ അവൻ്റെ രോഗപ്രതിരോധ ശക്തി ഉണർത്തണം. മാത്രമല്ല, അവൻ ഈ സുസ്ഥിരമായ അവസ്ഥയിൽ നിന്നാലേ ആരോഗ്യം ഉണ്ടാവും. അതിന് നമ്മൾ ആയുർവേദം പറയുന്നത് പ്രകൃതി ആദ്യം ശുദ്ധമാക്കണം. പ്രകൃതി എന്നാൽ നമ്മൾ ഈ ഒരു ജനപദോബ്ദംശ്രീയം എന്നൊരു വിഭാഗ ചാപ്റ്റർ ഉണ്ട്. അതിൽ പറയുന്ന ഭൂമി, വെള്ളം, വായു, അന്തരീക്ഷം, ഇത് മൂന്നും ശുദ്ധമാണ്. അതിൽ ടോക്സിൻസ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജയിക്കാൻ പറ്റും. നമ്മൾ മാത്രമല്ല, ഈ മൃഗങ്ങൾ അതിൽ ജയിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇങ്ങനെ അന്തരീക്ഷം ശുദ്ധിയായ ചെടികളും പല ചെടികളും നശിച്ചു പോകുന്നതാണ്. അപ്പോൾ മനുഷ്യൻ ഈ ചെടികൾ, മൃഗങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു ഭൂമിയാണ് നമ്മൾ. നമ്മളൊരു ചെറിയ കാര്യമല്ല. പണ്ടൊക്കെ നമുക്ക് പശു, ആട്, എരുമ
ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പാല് ശുദ്ധമായ പാല് ഔഷധമാണ്. പെരുമപ്പാലായാലും വേണ്ട, പശുമ്പാൽ, ആട്ടുംപാൽ. മഹാത്മാഗാന്ധി കുടിച്ചിരുന്ന ആട്ടുംപാലാണ്. കാരണം ആട്ടുംപാൽ ആൽക്കലൈനാണ്, പശുമ്പാൽ ലേശം അസിഡിക്കാണ്, നമ്മുടെ ശരീരം അൽക്കലൈനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാച്ചുറോപ്പതി വിഭാഗം മഹാത്മാഗാന്ധിക്ക് ഈ ആട്ടുംപാൽ കഴിച്ചത്. ആട്ടുംപാൽ ആൽക്കലൈന്. നമ്മുടെ ബോഡി ആൽക്കലൈൻ ആയിക്കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷനും വരില്ല, ഒരു വൈറസും ബാധിക്കില്ല. കാരണം ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന അസിഡിക് മീഡിയത്തിലാണ്. നമ്മുടെ ബോഡി പശുമ്പാൽ അധികം കഴിച്ചാൽ അസിഡിക്കാവും. അപ്പോൾ അതെ. പിന്നെ മാത്രമല്ല പണ്ട് ഈ TB ഉള്ള കുട്ടികൾക്ക് ഈ ആട്ടുംപാല കുടിക്കാൻ കൊടുക്കുക. അത് ഈ ആട്ടുംപാലാകുമ്പോൾ നാച്ചുറൽ pH വരും. അപ്പോൾ അവിടെ ബാക്ടീരിയ നശിക്കും. അപ്പോൾ അതുപോലെ എന്നാൽ ഈ പാല് ശുദ്ധമായിരിക്കണം. ഇപ്പോൾ പാല് കിട്ടുന്ന തന്നെ ടോക്സിൻ, അതിൽ ചേർക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ തീറ്റ, കാലിത്തീറ്റകൾ. അതുപോലെ ആ കാലിത്തീറ്റ അതുപോലെ ഇപ്പോൾ ഈ മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്, മറ്റുള്ള തീക്ഷ്ണമായ ഔഷധങ്ങൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കും. അത് അതിൻ്റെ പാല് ദുഷ്ടം, അത് നമ്മൾ കുടിച്ചാൽ നമുക്ക് കേടാണ്. അപ്പോൾ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള അൺനാച്ചുറൽ യാതൊരു കെമിക്കലും നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പാടില്ല. അതാണ് ഒരു തിയറി. അത് പശുവിന് നല്ല ശുദ്ധമായ തീറ്റ കൊടുക്കുക. പ്രകൃതി. അപ്പോൾ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ ഒരു ഫാം നടത്തുന്നുണ്ടെങ്കിൽ, ഞാനൊരു ബെൽജിയത്തിലൊരു ഫാമിൽ പോയി, ഒരു 10-60 പശുക്കളെ വളർത്തുന്നൊരു ഫാമാണ്. അവർക്ക് 4 ഏക്കർ സ്ഥലം പുല്ല് മാത്രം വെച്ച് പിടിപ്പിക്കാനാണ്, ശുദ്ധമായ പുല്ല്. അപ്പോൾ ആ ശുദ്ധമായ പുല്ല് പശുവിന് കൊടുക്കണം, എന്നിട്ട് ശുദ്ധമായ പാല് നമുക്ക് കിട്ടുന്നു. ആ പുല്ല് അതുപോലെ കൃഷി, ഈ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷി ചെയ്ത സാധനങ്ങൾ നമുക്ക് ശുദ്ധമാണ്. അവിടെ ഈ ചാണകം അങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള വളങ്ങൾ, നൈട്രജൻ അതിൽ കൂടുതലാണ്. അപ്പോൾ ആ വളം ചേർത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നു, ആ ശുദ്ധമായ ആഹാരം നമ്മൾ കഴിക്കുന്നു. അതുപോലെ അതിൻ്റെ ബാക്കിയുള്ള വൈക്കോലൊക്കെ ശുദ്ധമായ പുല്ലും പശുവിന് കൊടുക്കും, പശുവിന് നല്ല പാല് കിട്ടും. ഇങ്ങനെ ഈ പ്രകൃതി. അതുപോലെ വെള്ളം, ഈ വെള്ളം വളരെയധികം ശുദ്ധിക്കണം. ഈ വെള്ളവും നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ഔഷധ സസ്യങ്ങളുണ്ടെങ്കിൽ ആ ഔഷധ സസ്യത്തിൻ്റെ ഗുണം ഈ ചുറ്റുവട്ടത്തുള്ള ഈ വെള്ളത്തിന് സംഭവിക്കും. അതുപോലെ നമ്മൾ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത് കഴിക്കുന്നത്, നമ്മൾ മിക്കവാറും ഈ ഫിൽറ്റർ എന്ന സാധനങ്ങളാണ് കഴിക്കുന്നത്. അത് ശരിക്കും ഈ ഫിൽറ്റർ എല്ലാം ബാക്ടീരിയ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ നമ്മൾ ആയുർവേദ ഔഷധങ്ങൾ, പണ്ടത്തെ ചുക്ക് വെള്ളം, നന്നാരി വെള്ളം, ഇപ്പൊ കുറച്ചും കൂടി എളുപ്പ മാർഗമായിട്ടാണ് ഫിൽറ്റർ. അതെ, കാരണം സ്വിച്ച് ഇട്ടാൽ മതി. അതെ. പക്ഷെ അതും ശരീരത്തിൽ കേടാണ്. അപ്പം നമ്മൾ പണ്ടത്തെ എന്ന് പറയും, ഇപ്പോഴും അതിന് വിഷമമൊന്നുമില്ല. നമ്മൾ ചുക്കള ഉണ്ടാക്കിയ മറ്റേ ഓരോ കാലാവസ്ഥയ്ക്ക്, ഇപ്പോൾ വർഷക്കാലാണെങ്കിൽ ചുക്കിടാം, വേനൽക്കാലാണെങ്കിൽ നന്നാറി, അത് ശരീരത്തിന് അങ്ങനെ ഔഷധത്തോടു കൂടി സംസ്കരിച്ച വെള്ളം, അതുപോലെ ശുദ്ധമായ ആഹാരം, പിന്നെ പ്രകൃതി സംരക്ഷിക്കുക. വെള്ളം, വായു. ഈ വായുവിന് അന്തരീക്ഷം വളരെയധികം പൊല്യൂട്ടഡാണ്. അതിൽ ഈ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിച്ചാൽ അന്തരീക്ഷം ശുദ്ധിയാവുള്ളതാണ്. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ ഈ ആയുർവേദത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. ബേസിക്കലി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, അതിന് നാച്ചുറൽ ലിവിങ്, അത് പ്രകൃതി ശുദ്ധമാക്കിയിട്ട് പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃത്യാ ഉള്ള ആഹാര ഔഷധങ്ങളെ കൊണ്ട് ആരോഗ്യം സംരക്ഷിക്കുക. അങ്ങനെ ഒരു ലോകത്തെ പറ്റിയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടതാണ്. സ്വപ്നം അത് യാഥാർത്ഥ്യമാണ്. പല ദിക്കിലും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. പല സ്റ്റേറ്റിലും പല വില്ലേജിലും പല കൺട്രീസിലും ഇത് പ്രാവർത്തികമാക്കണം. അപ്പം നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തെ സംബന്ധിച്ചോളം, കേരളത്തിൻ്റെ ആരോഗ്യരംഗം കഷ്ടമാണ്. എപ്പോൾ വേണമെങ്കിൽ പൊട്ടാന്നുള്ളതാണ്. അത്രയധികം ഈ രോഗികൾ കൂടുക, ആശുപത്രിയിൽ കൂടുക എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് അല്ല. രോഗികൾ കുറയണം, ആശുപത്രികൾ കുറയണം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ സംഭാവന എന്താണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കൊരു അസുഖം വന്നാൽ മാത്രമാണ് നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലുന്നത്. അതിപ്പോൾ ആയുർവേദമാണെങ്കിലും അതല്ലാത്ത അലോപ്പതി, ഹോമിയോ എന്തായാലും. പക്ഷെ ആയുർവേദം എപ്പോഴും അനുശാസിക്കുന്നത് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് പലപ്പോഴും പലരും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുമില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ആയുർവേദത്തിലേക്ക് കുറച്ചും കൂടി ആളുകളെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതികളാണോ ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്? അത് തന്നെയാണ്. അതായത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വേണമെന്നുണ്ട്. പക്ഷേ അവർക്കൊരു എന്താ പറയുക, എങ്ങനെ ഇത് അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ശങ്കയുണ്ട്. അപ്പം നമ്മൾ പറയുന്ന ഒരു ചെറിയൊരു ജീവിതശൈലി, ആയുർവേദത്തിൻ്റെ ആയുർവേദം ഒരു ജീവിതശൈലിയാണ്. ആ ഒരു ജീവിതശൈലി ഓരോരുത്തർക്കും അവനവൻ്റെ കണ്ടീഷനിൽ, അവനവൻ്റെ ജോലിക്കനുസരിച്ച് എങ്ങനെ അത് അഡാപ്റ്റ് ചെയ്യാം എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നും വേണ്ട, നല്ല ആഹാരം, ആയുർവേദം പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന് ഹിതമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം, അതുപോലെ നമുക്ക് വേണ്ട വിധത്തിലുള്ള വ്യായാമം, അതുപോലെ അത്യാവശ്യം വേണ്ട ഉറക്കം, പിന്നെ മനസ്സിൻ്റെ ശുദ്ധത, നല്ല ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് വ്യക്തി ബന്ധങ്ങൾ. ഈ 4 ഐറ്റം നമ്മൾ നടപ്പാക്കിയ ഒരു പരിധിവരെ നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും.
അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ആഹാരത്തിൽ. ഇപ്പോൾ ഈ ആഹാരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഹാരം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വെളിച്ചെണ്ണ ആലോചിച്ചു, വെളിച്ചെണ്ണ തന്നെയാണോ പോലെ സംശയം. ഏതും എല്ലാം ഈ പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ ഈ പാക്കറ്റിൽ വരുന്ന പൊല്യൂട്ടഡ് എല്ലാം അത് ശുദ്ധമാണോ എന്ന് നമുക്കറിയില്ല. കഴിയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ആഹാരങ്ങൾ, ശുദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാക്കി നമ്മൾ കുട്ടികൾ മുതലേക്ക് തുടങ്ങണം. ഇപ്പോൾ കുട്ടികൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളൊരു സ്റ്റഡി നടത്തിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ തന്നെ ഇഷ്ടം പോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമുണ്ട്, മീസെൻട്രിക് ലിംഫനോഡൈറ്റിസ് എന്ന് പറയും. ഈ വയറിൻ്റെ ഉള്ളിലെ കടലകൾ പൊന്തുക. അതായത് ഒരു മനുഷ്യനൊരു ഒരു മുറിയുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ടീരിയ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെ ഒന്ന് കടല പൊന്തും. അത് സാധാരണ വയറിൻ്റെ ഉള്ളിൽ ഉണ്ടാവാനേ പാടില്ല. ഇപ്പോഴാണ് വയറ്റിൻ്റെ ഉള്ളിൽ നോക്കി ആ കുട്ടിക്ക് എപ്പോഴും ഒന്നുകിൽ ശോധന ഉണ്ടാവാനേ അല്ലെങ്കിൽ വയറ് വേണം. എന്ത് മരുന്ന് കൊടുത്തിട്ട് മാറില്ല. അവസാനം സ്കാൻ ചെയ്ത് നോക്കിയാൽ മീസെൻട്രിക് ലിംഫനോഡൈറ്റിസ് എന്ന് പറയും. കുട്ടി ആകെ ക്ഷീണിച്ച് ഒരു ഉന്മേഷം നടക്കും. അതിന് മരുന്ന് കൊടുത്താൽ മാറും. പക്ഷേ ആ മരുന്ന് കൊടുത്ത് മാറിയാലും പിന്നെ വരാതിരിക്കണമെങ്കിൽ ആ കുട്ടി ആഹാരത്തെ ശ്രദ്ധിക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ കഴിയുന്നിടത്തോളം ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കൊടുക്കാതിരിക്കാം. ഈ പാക്കറ്റ് ഫുഡുകൾ, പിന്നെ ഈ ചോക്ലേറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചോക്ലേറ്റ്, അതുപോലെ ഈ കഴിയുന്നിടത്തോളം ഈ നോൺ വെജ് വീട്ടിലുണ്ടാക്കണം എപ്പോഴെങ്കിലും ഒന്ന് കൊടുക്കുക. ദിവസം ഈ നോൺ വെജ് ഒഴിവാക്കുക. ഈ ചോക്ലേറ്റ് അങ്ങനെ സാധനങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റം, പിന്നെ ഈ പാക്കറ്റിൽ വരുന്ന ലേസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് കുട്ടിക്ക് ധാരാളം വെജിറ്റബിൾ, ഫ്രൂട്ട്സ് കൊടുക്കുക. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ശരിയാണ്, ഒരു സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എന്തെങ്കിലും കുറച്ച് നെയ്യ് ചേർത്ത് കഞ്ഞി കൊടുക്കുക. ഇനി കുട്ടി അത് കഴിക്കില്ലേ വേണ്ട, സാധാരണ ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ അത് കൊടുക്കുക. അതിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ട് വെജിറ്റബിളിൻ്റെ കറി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ട് കുട്ടികൾക്ക് 11 മണിക്ക്. ഈ ബ്രേക്കിലാണ് ഈ ബാക്ടീരിയ ഐറ്റം കൊണ്ടുപോകണം. അതും ഈ മൈദയും ഇതൊക്കെ ഉണ്ടട്ടാ. അതിന് പകരം നേന്ത്രപ്പഴം വേവിച്ചിട്ടോ അല്ലെങ്കിൽ നുറുക്കിയിട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ കുട്ടികൾക്ക് മിക്കവാറും നേന്ത്രപ്പഴം, അതുപോലെ ഈ നട്ട്സുകൾ, അണ്ടിപ്പരിപ്പ്, നിലക്കടല, ബദാം, ഇങ്ങനെയുള്ളതൊക്കെ ഒന്നൊക്കെ കുതിർത്തി കൊടുക്കാം. അല്ലെങ്കിൽ അത് വേവിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതും ബ്രേക്കിന് കൊടുക്കാം. ഉച്ചയ്ക്ക് കുട്ടികൾ ചോറും ധാരാളം ഉപ്പേരി വെജിറ്റബിളൊക്കെ ആയിട്ട് കൊടുക്കുക. വൈകുന്നേരം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ പലഹാരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ നട്ട്സുകൾ, നേന്ത്രപ്പഴം, അപ്പോൾ വേണമെങ്കിൽ പാല് കൊടുക്കാം. ഈ നല്ല കോഴിമുട്ടയാണെങ്കിൽ ഒരു കോഴിമുട്ട കുട്ടികൾക്ക് കൊടുക്കാം. രാത്രി കുട്ടികൾക്ക് വെജിറ്റബിൾസ് നമ്മൾ സാധാരണ ഫുഡ്, അതിലും വെജിറ്റബിൾ ആഡ് ചെയ്യണം. പിന്നെ ഈ ചില കുട്ടികൾക്ക് എങ്ങനെയാണ് നോൺ വെജ് ഒഴിവാക്കാൻ, ഏറ്റവും കുട്ടികൾക്കാണ് നോൺ വെജ് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ കണ്ട്. പക്ഷേ നോൺ വെജ് കൊടുക്കാം, അതിനൊരു ലിമിറ്റ് വെക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ അത് ഡൈജസ്റ്റ് ചെയ്ത് അസിമുലേറ്റ് ചെയ്യാവുന്ന വിധത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ രാത്രി എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ നോൺ വെജ് കൊടുക്കാം, അല്ലെങ്കിൽ അതായത് ചിക്കൻ എന്തെങ്കിലും കൊടുക്കാം. അതും അളവ് കുറച്ചേ കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ഒപ്പം കുട്ടികളെ കൊണ്ട് അതിൻ്റെ കൂടെ ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നില്ലേ, അതിൻ്റെ ആ തീക്ഷ്ണത കുറയും. പിന്നെ ഇന്ന് പല കുട്ടികളും വെജിറ്റബിൾസ് പാടെ ഒഴിവാക്കുന്ന ഒരു രീതിയാണ്. കൂടുതൽ നോൺ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, മാത്രമല്ല വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. കഴിക്കില്ല, നിർബന്ധം എന്ത് കൊടുത്താലും കഴിക്കില്ല. അതുപോലെ നോൺ വെജ് ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ, അമ്മമാരും ഒന്ന് പറയുന്നുണ്ട്, ഡോക്ടർ മീനും ഇറച്ചിയല്ല അവന് ഒന്നും വേണ്ട. അത് കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആ വീട്ടിൽ അവരത് അഡപ്റ്റ് ചെയ്യും. ആ ഒരു ആരോഗ്യശീലം വീട്ടിൽ നമ്മൾ പഠിപ്പിക്കണം. രാത്രി പോലെ ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ നോൺ വെജ് ചിക്കൻ കൊടുക്കാം, മാസത്തിൽ വേണമെങ്കിൽ 2 ദിവസം 3 ദിവസം മുട്ട കൊടുക്കാം, ഫിഷ് വേണമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം. ആ രീതിക്ക് ഇത് വെച്ച് ബാക്കിയുള്ള സമയം ധാരാളം വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എങ്ങനെയും കഴിപ്പിക്കണം. അതാണ് ഈ കുട്ടികൾ. അതുപോലെ ഇത് കുട്ടീനെ എനർജി ഇല്ലാണ്ടായിരിക്കും, കുട്ടികൾക്ക് പഠിച്ചാൽ കയറില്ല, വാശി ഉണ്ടാവും. ഇതൊക്കെ ഈ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ വേറൊരു ഈ ടീനേജിൽ ഒരു 11 മുതൽ ടീനേജ് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് ഒരു അസുഖമുണ്ട്, PCOD, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. സർവ്വസാധാരണം. അതും പ്രധാനപ്പെട്ടൊരു കാരണം ഈ ചോക്ലേറ്റ്, ചിക്കൻ, ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെയാണ്. പിന്നെ ഒന്ന് പറഞ്ഞാൽ ഈ എക്സസൈസ് ഇല്ലായ്മ. ടീനേജിൽ കുട്ടികൾ പണ്ട് ഓടിക്കളിക്കണം, എക്സസൈസ് എന്ന് പറഞ്ഞില്ല. ഇത് ഓവറായിട്ട് കഴിഞ്ഞ് കുട്ടികൾ ചീർത്ത് വരും, കറുത്തപ്പട്ടയൊക്കെ ഒരു കറുപ്പ് നിറം വരും, ആർത്തം ഉണ്ടെങ്കിൽ ഭയങ്കര വേദന, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരും. ആ രീതി. പിന്നെ മുടി കൊഴിച്ചിൽ. ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടി നരയ്ക്കുക, മീഡിയം താടി മീശയില്ല, പിന്നെ വയറുവേദന, ഇതൊക്കെയാണ് അവർക്ക്. പെൺകുട്ടികൾ കണ്ട ആദ്യം ബാധിക്കുന്ന ഓവറിയിലാണ്. അവിടെ നമ്മൾ ഔഷധം കൊടുത്താൽ മാറും, പക്ഷെ മാറിയാലും പിന്നെ വരും. അപ്പം ആയുർവേദത്തിൽ അതെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് ആയുർവേദം. സ്വസ്ഥനായിരിക്കുക അതാണ്. അപ്പം അത് മരുന്നിനോടൊപ്പം നമ്മൾ പറയും, ഇതാണ് കുട്ടിയുടെ അസുഖത്തിന് കാരണം. അമ്മമാരെ അവർ പഠിപ്പിക്കും. ചില കുട്ടികൾ പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ അത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ആഹാര രീതി ഇതേപോലെ തന്നെ അവർ കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആയിട്ട്, ഇതുപോലെ കുറച്ചും കൂടി വെജിറ്റബിൾ സലാഡ് കൊടുക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക, ഒരു 2 നേരമെങ്കിലും നന്നായിട്ട് ചോറില്ലെങ്കിൽ ചപ്പാത്തിയോ നാടൻ ഭക്ഷണം. രാവിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്നില്ല. അതാണ് ഇന്നത്തെ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം. കാരണം രാവിലെ 6 മണിക്ക് പോവാണ്, വൈകുന്നേരം 7 മണിക്ക് കിട്ടും.
എപ്പോഴെങ്കിലും ട്യൂഷൻ കഴിഞ്ഞ് 8-8 മണിക്ക് എന്തെങ്കിലും കഴിക്കുകയാണ് അതിപ്പോൾ രാവിലെ 6 മണിക്കാണ് പോകണമെങ്കിൽ അപ്പോൾ ആ 6 മണിക്ക് കുട്ടിക്ക് ഒരു നേന്ത്രപ്പഴം ഒരു ഗ്ലാസ് പാലും ഒരു കോഴിമുട്ടയും കൊടുത്താൽ മതി. അതൊരു ന്യൂട്രീഷനാണ്. നമ്മൾ ഈ ന്യൂട്രീഷനകത്ത് നോക്കണ്ടേ, എമൗണ്ട് അളവല്ല. ഈ എന്താ ഈ മൈദയിലൊക്കെ ഉണ്ടാക്കി പൊരിച്ചുള്ള സാധനം അത് 5-6 കുട്ടികൾക്ക്, അതുകൊണ്ട് യാതൊരു എനർജിയും കിട്ടില്ല, വയറിങ്ങനെ വീർക്കും, ഉള്ള പോവും ചെയ്യും, അത് ദഹിക്കാൻ കൂടുതൽ എനർജി വേണം. അപ്പോൾ ആ ടീനേജിൽ അങ്ങനെ ഒരു പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യണം. അപ്പോൾ എക്സസൈസിന് കുട്ടികൾ രാവിലെ തൊട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ യോഗ ചെയ്യുക, പിന്നെ കുറച്ച് വെയിൽ കൊള്ളണം. ഈ വെയിൽ കൊള്ളാത്ത ഒരു ദോഷം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ സൂര്യപ്രകാശത്തിൽ കിട്ടും. അല്ലെങ്കിൽ റെഡ് മീറ്റ് കഴിക്കണം. ആ റെഡ് മീറ്റ് ദഹിക്കാൻ ബീർ കഴിക്കണം. ഈ യൂറോപ്യൻ കൺട്രീസിൽ ഈ മീറ്റും ബീറും കഴിക്കുന്നത് അവർക്ക് സൂര്യപ്രകാശം ഇല്ല. വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ റെഡ് മീറ്റ് കഴിക്കണം, അത് ദഹിക്കണമെങ്കിൽ ബീർ കഴിക്കണം, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കണം. അത് അവരുടെ ജീവിതശൈലിയാണ്. നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തികച്ചും നമുക്ക് വളരെ സപ്പോർട്ടീവാണ്. നമ്മൾക്ക് ഇഷ്ടം വെറുതെ കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി. അത് മറ്റേ സുഖമായിട്ട് ഒരു അരമണിക്കൂർ രാവിലെ വെയിൽ കൊണ്ടാൽ മതി, സുഖമായിട്ട് കിട്ടും. അത് അവരെ കൊണ്ട് വെയിൽ കൊള്ളിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും കുറച്ച് കളിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും എക്സസൈസ്. ഇത്രയും നമ്മളിടണം. ഏജ് ആകുമ്പോഴാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാനൊരു 10 കൊല്ലം കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ ഈ പ്രമേഹം, പ്രഷർ അങ്ങനെയൊക്കെ തുടങ്ങും. അല്ല, ഇപ്പോൾ ഡോക്ടർ പലപ്പോഴും ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള് ഇതൊക്കെ കുട്ടികൾക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. ജീവിതശൈലി തന്നെയാണ് അതിനൊരു സംശയമില്ല. അവരുടെ ആഹാരം, പിന്നെ അവർക്ക് ഈ ആഹാരം എന്ന് വെച്ചാൽ എന്താ എപ്പോൾ കഴിക്കുന്ന അറിയില്ല, ആഹാരത്തിന് ടൈമില്ല, പിന്നെ എക്സസൈസ് ഇല്ല, ഈ ഇരിക്കുക മൊബൈലും ടി വിയിലും ഇങ്ങനെ ഇരിക്കുക, മൊബൈലാണ് ഏറെ. അപ്പോൾ ആ ഒരു എക്സസൈസിൻ്റെ കുറവ്, ആഹാരത്തിൻ്റെ അമിതമായ ഉപയോഗമുണ്ട്, പിന്നെ വേണ്ടാത്ത ഭക്ഷണം. പിന്നെ ഏജ് ആകുമ്പോൾ നമ്മളിപ്പോൾ 60 വയസ്സ്, ഇപ്പോൾ 30 വയസ്സാകുമ്പോഴേക്കും ഫാറ്റി ലിവർ, സ്പ്ലീനോമെഗാലി ഇതൊക്കെയാണ് വരിക. അപ്പോൾ അതും ഇതുപോലെ ഈ എക്സസൈസിൻ്റെ കുറവും, പിന്നെ ഈ പ്രായം ഇപ്പം മിക്കവാറും ഈ സ്മോക്കിങ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ്, അവൻ ആൽക്കഹോൾ, ഈ ആൽക്കഹോൾ ഒരു ഭയങ്കര കേടാണ്, ലിവറിൻ്റെ ഫങ്ഷൻ കുറയ്ക്കുക. അത് ഒരു ഏജ് ആകുമ്പോഴേക്കും മിക്കവാറും ഒരു 45 കഴിഞ്ഞ് എല്ലാവരും 10 ഗുളിക രാവിലെയും 10 ഗുളിക വൈകുന്നേരം കഴിച്ചിരിക്കുന്ന പ്രകൃതിയാണ്. അതുകൊണ്ട് രോഗം മാറുമില്ല, അതിങ്ങനെ കഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വേറെ. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഈ വെറും BP ഉള്ള രോഗിക്ക് കൊളസ്ട്രോളിൻ്റെയും ഈ ആസ്പിരിനൊക്കെ മരുന്ന് കഴിക്കും, പ്രിവെൻറ്റീവ് ആയിരുന്നത്. ശരിക്കും അത് പ്രിവെൻറ്റീവ് ആസ്പിരിൻ അല്ല നടക്കുന്നത്. അപ്പോൾ മാറിപാഥ്യത്തൊന്നും നോക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗുളിക കഴിക്കുമ്പോൾ പല ആൾക്കും കുറച്ച് കഴിഞ്ഞാൽ ഈ മസിലിനൊക്കെ വീക്ക്നെസ്, പിന്നെ ഈ മേലൊക്കെ ഈ ചൊറിഞ്ഞു പൊട്ടുക. കാരണം ഈ രക്തം കട്ട പിടിക്കാനുള്ള ഗുളിക അധികം കഴിച്ചാൽ ഈ രക്തത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, അത് ഈ സർക്കുലേഷൻ കുറയ്ക്കും, മേപ്പെട്ട് ബ്ലഡുമില്ല. അങ്ങനെ പോയിട്ട് ഈ രക്തക്കുഴൽ പടിയിൽ ഇങ്ങനെ വികസിച്ച് വരും. അങ്ങനെ വികസിക്കുമ്പോൾ അറിയാണ്ട് ഈ ചൂടൊക്കെ അടിക്കുക, വേർപ്പൊക്കെ ആകുമ്പോൾ ചൊറിഞ്ഞു പൊട്ടും. അങ്ങനൊരു അസുഖമുണ്ട്. അപ്പോൾ ഏത് തരത്തിലും ഈ ബാല്യം, യൗവനം, വാർദ്ധക്യം, ഈ 3 വിധത്തിലുള്ള ആൾക്കാർക്കും ജീവിതശൈലി അഡാപ്റ്റ് ചെയ്യാതെ ഈ രോഗങ്ങൾ മാറില്ല എന്നാണ് ആയുർവേദം പറയുക. അപ്പോൾ ആയുർവേദം അതിനൊരു ജീവിതശൈലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം, അതിന് ചിലവില്ല, ആയുർവേദം അത് അളപ്പിക്കുക. അങ്ങനെ ജീവിതശൈലി കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ അപ്പോൾ ആയ ആൾക്കാർക്ക് മരുന്ന് കൊടുക്കാം, ആവാത്ത ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ച് അവർ ഈ ആയുർവേദത്തിൻ്റെതായി ഇത്രയും ഉള്ളൊരു ആഹാരം, അതുപോലെ വ്യായാമം. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, ഇവരുടെ ഈ മാനസികമായ ടെൻഷൻ. ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും മാനസിക സമ്മർദ്ദം, സ്ട്രെസ് എന്ന് പറയുന്ന സാധനം കുട്ടികൾക്ക്. ഇപ്പോൾ LKG പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ടെൻഷനാണ്. അവിടെ ടീച്ചർ എന്താ പറയുക, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, പഠിപ്പിക്കാൻ ആവശ്യമില്ലാണ്ട് LKG ഒന്നും പഠിപ്പിക്കാൻ പാടില്ല. അതുപോലെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കത് പരീക്ഷ, മാർക്ക്, A+, ആ ഒരു പ്രഷറാണ്. വീട്ടുകാരും കൊടുക്കാനുള്ള പ്രഷർ. വീട്ടിൽ വന്നാൽ വീട്ടിലെ പഠിപ്പിക്കുക, 6 മണിക്ക് പോയി ട്യൂഷൻ, ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ, അതിന് 6 മണിക്ക് പിന്നെ അവിടെ അവർ അച്ഛനെയും ഒക്കെ പഠിപ്പിക്കലാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനൊരു സമയമില്ല. ആ ഒരു ടെൻഷൻ. ടീനേജ് ആണെങ്കിൽ ടീനേജിൻ്റെ ആയ ആകുലതകൾ അതാരും പറഞ്ഞു കൊടുക്കില്ല, അവരുടെ ടെൻഷനും. പിന്നെ ഏജായി കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ത്വരയാണ്. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, അതിൻ്റെ ടെൻഷൻ. ഇപ്പോൾ ഈ ടെൻഷൻ, റിലാക്സേഷനില്ല, വിശ്രമമില്ല, ആവശ്യമില്ലാത്ത ആഹാരം, ഉറക്കമില്ല. മിക്ക കുട്ടികളും, മിക്ക ആൾക്കാരും 12 മണി കഴിഞ്ഞിട്ട് പുറം ഒക്കെ ഈ മൊബൈലിൽ ഇങ്ങനെ ഇരിക്കും. മനുഷ്യന് ആവശ്യത്തിൻ്റെ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ വർക്ക് ചെയ്യുക, ഗ്രോത്ത് ഹോർമോൺ വർക്ക് ചെയ്യുക, മെറ്റബോളിസം മുഴുവൻ ഉറക്കത്തിലാണ്. ആ ഉറക്കമില്ലാണ്ട് പോയി ആരോഗ്യം. അപ്പോൾ ആയുർവേദം പറയുന്നത് ശുദ്ധമായ ആഹാരം, അത്യാവശ്യത്തിന് വ്യായാമം, ആവശ്യത്തിന് ഉറക്കം, മാനസികമായ ടെൻഷനില്ലായ്മ. അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി നമ്മൾ ശുദ്ധമാക്കുക, ചെടികൾ നടിച്ചു വിടുക. ഇനി ഈ ആയുർവേദം വേറൊന്ന് ഇപ്പോൾ ആയുഷ് ഗവൺമെൻറ് പറയുന്നത്, ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എല്ലാ കൺട്രികൾക്കും വേണ്ടിയിട്ട് ഒരു പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് എന്ന് പറയും, സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ.
ഒരു 17 എണ്ണം UN പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പോവർട്ടി, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽത്ത്, പിന്നെ മറ്റേ എക്കണോമി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആയുഷ് ഞങ്ങൾ ഗുരുക്കന്മാർ ചർച്ച ചെയ്തിട്ട് പറയണം ഈ 17 കാര്യം ആയുർവേദം കൊണ്ട് നടപ്പാക്കാനാണ് സാധിക്കുന്നത്. അത് ആയുർവേദം കൊണ്ട് ഇന്ന് ഇന്ത്യക്ക് ഉയരാൻ സാധിക്കും. കാരണം ഇപ്പോൾ എക്കണോമി എന്ന് പറയുന്നു, നമ്മുടെ ഇപ്പോൾ കർഷകർ കൃഷി ആരും ചെയ്യുന്നില്ല, ലാഭമല്ലാത്രേ. അപ്പോൾ ശരിയാണ്, ജീവിക്കാൻ വകയാണ്. ഈ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്താൽ ഇപ്പോൾ നമ്മളൊരു 5 സെൻറ്റേ ഉള്ളൂ വെച്ചാൽ അവിടെ ആ 5 സെൻറ്റിൽ ആടലോടകം, തുളസി ഇത് വെച്ച് പിടിപ്പിക്കാം. 1 കിലോ തുളസിപ്പൂവിന് 250 റുപ്യ. 1 കിലോ തുളസിപ്പൂവിന്. തുളസി ഔഷധമായിട്ട് ഉപയോഗിക്കാം, ഇഷ്ടംപോലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ചെറിയൊരു ചുമണ്ടെങ്കിൽ ആ തുളസിയുടെ നീരെടുത്ത് തേനിൽ ചാച്ചി കഴിച്ചാൽ അത് നിൽക്കും. അവിടെ അവൻ പൈസ ലാഭിക്കുകയാണ്, അവൻ്റെ എക്കണോമി നഷ്ടമാകുന്നില്ല, ആരോഗ്യം ഉണ്ടാവുകയാണ്. മാത്രമല്ല ഈ തുളസിപ്പൂവ് വിറ്റ് കഴിഞ്ഞാൽ അവന് പൈസയായി. ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യേണ്ട, വേണ്ട, ഇത് വിറ്റാൽ പോരെ. ആടലോടകം ഒരു 5 സെൻറ്റിൽ ആടലോടകം വെച്ച് പിടിപ്പിച്ചാൽ ഒരു മാസം ഒരു 10,000 റുപ്യക്ക് ആടലോടകം വെക്കാം. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പൈസയായി. പിന്നെ അവിടെ മറ്റുള്ള എന്തൊക്കെ ചെടികൾ പറ്റുമോ അതുപോലെ ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അത് ശംഖപുഷ്പം ഒരു വട്ടം നട്ടാൽ പിന്നെ ഉണ്ടായിക്കോളും. ശംഖപുഷ്പത്തിൻ്റെ പേരിന് ഭയങ്കര വിലയാണ്. അപ്പോൾ അത് എക്കണോമിയായി, ആരോഗ്യമായി, ഗുഡ് ഹെൽത്തായി. അതുപോലെ അതൊരു ഹോബി, അവന് മനസ്സിന് സന്തോഷമായി. പിന്നെ ഓരോ വീട്ടിലും അതെ ആ വീടും ചുറ്റുവട്ടത്തും ശുദ്ധമായി ഒരു വിധത്തിലുള്ള ആ അണുക്കളും ബാക്ടീരിയയും വരില്ല. പിന്നെ നമ്മൾ പറയുന്നത്, നമ്മൾ പണ്ടൊക്കെ ഈ ചന്ദനത്തിലാണ് പണ്ട് ഈ ഔഷധം ഇട്ടിട്ട് കത്തിക്കുക, പുകയ്ക്കുക. നമ്മൾ പണ്ട് ആ കോവിഡ് കാലത്ത് അപരാജിതം അത് കത്തിച്ച് ഒരു ബാക്ടീരിയ ഉണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ അവനവൻ്റെ വീടും പരിശുദ്ധിച്ചാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമം ശുദ്ധമായി. അങ്ങനെ അതാണ് നമ്മളിപ്പോൾ ഇതിൽ അവിടെ ഹെൽത്തായി, എക്കണോമിയായി, അതിന് പോലെ പൈസ കിട്ടിയ പോവർട്ടി പോയി. ഇങ്ങനെ ഓരോന്നും നമ്മളൊരു ഐഡിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇന്ത്യയിൽ ഈ നമ്മൾ ഇന്ത്യയിൽ നടപ്പാക്കുന്ന കാര്യമല്ല ആഫ്രിക്കയിൽ നടപ്പാക്കുക. അവിടെ വേറെയാണ്, ചൈനയിൽ വേറെയാണ്. ഓരോ രാഷ്ട്രത്തിലും അവനവൻ്റെ ചുറ്റുവട്ടത്ത് എന്തിനാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് ചില സാധനങ്ങൾ കിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ സാധനമില്ല. ചില കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ലണ്ടനിലൊക്കെ ഭക്ഷണം കിട്ടിയായിരുന്നില്ല അവർക്ക്, കാരണം ഒന്നും കൊണ്ടുവരാനില്ല. അവർക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ 2-3 കപ്പയും ഓമക്കായും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം, നെല്ലുണ്ടാവുന്നുണ്ടെങ്കിൽ മതി. അങ്ങനെ ഒരു മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് ആരോഗ്യത്തോടു കൂടി നമുക്ക് സഫിഷ്യൻ്റായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ആരോഗ്യം, അതാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. അതാണ് അതേസമയം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മൃഗങ്ങൾക്ക് പറ്റും. ഇപ്പം നമുക്ക് അവർക്ക് പറ്റും നമ്മുടെ ഈ സാധനങ്ങൾ. ഇപ്പോൾ ഓരോന്നിനും വേസ്റ്റായിട്ട് നമ്മൾ ഈ തൊലികളൊക്കെയാണ് കൊടുക്കുന്നത്, അത് കൊടുക്കണം. അങ്ങനെ ഒരു നാച്ചുറൽ ലിവിങ് ഹാബിറ്റേറ്റ് എന്ന് പറയും. അതാണ് ആയുർവേദം വിഭാവനം ചെയ്യുന്നത്. അതാണ് നമുക്ക് ആവശ്യമെന്നാണ് ആയുർവേദം പറയുന്നത്. ഇപ്പോൾ ദിനം പ്രതി നമുക്കറിയാം പുതിയ വൈറസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പ്രത്യേകിച്ച് ആയുർവേദത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ പ്രതിരോധശേഷി കുറയുന്നതാണ് എല്ലാ രോഗങ്ങളും വരാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആയുർവേദത്തിലൂടെ പ്രതിരോധശേഷി കൂട്ടുക, അത് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലാക്കാനായിട്ട് സാധിക്കും? അത് തികച്ചും പ്രാക്ടിക്കലാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ അതായത് നമ്മുടെ എന്താണ് ഈ രോഗപ്രതിരോധ ശക്തി എന്ന് വെച്ചാൽ നാച്ചുറൽ ഡിഫൻസ്. ഒന്ന് നമ്മുടെ തൊലി, അത് നമ്മൾ വളരെ വെൽ പ്രൊട്ടക്റ്റഡ് നാച്ചുറലി. നമ്മളെ ഈ തൊലി സ്വതേ ഈ ഒരു സ്കിന്ന് തന്നെ എപ്പിഡെർമിസ്, അതിൻ്റെ മീതൊരു സെബുണ്ട്, ഓയിൽ. ആ ഓയിൽ ഇങ്ങനെയുണ്ട്. ഈ ഓയിൽ എന്താ ഇവിടെ ഈ തൊലി കുറച്ച് അസിഡിക്കാണ്. ഈ സെബം വന്നു കഴിഞ്ഞാൽ ആ അസിഡ് കൊണ്ട് ഒരു ബാക്ടീരിയ ഉള്ളിൽ കയറില്ല, ഒരു എക്സ്ട്രാ പുറമേ നിന്ന് വരില്ല. പിന്നെ ഉള്ളിൽ കയറുന്ന പോലെ ഓരോ സ്ഥലത്തും ഓരോരോ pH ആണ്. പ്രത്യേകിച്ച് ബ്ലഡ് അതിൻ്റെ pH ആൽക്കലൈനാണ്. ആ ആൽക്കലൈൻ ഉണ്ടെങ്കിൽ ഒരു വൈറസ് ഏൽക്കില്ല. പക്ഷേ ഇത് കീപ്പ് ചെയ്യണം. അപ്പോൾ നാച്ചുറൽ നമ്മുടെ ശരീരം ഇതും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ ആഹാര വിധാനം മാറ്റണം. പക്ഷെ അത് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഒരേ രീതി അതാണ്. ഏത് ക്ലൈമറ്റിലും ഒരേ ഡ്രസ്സും ഒരേ ആഹാരമാണ്. ഞാൻ ഉദാഹരണം, നമ്മൾ ഈ മാങ്ങ, ഈ പച്ച മാങ്ങ തുടങ്ങുമ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ആദ്യം പുളിയാണല്ലോ, ആ സമയത്ത് ഈ മഞ്ഞുകാലത്താണ്. അപ്പോൾ അടുത്ത ഒരു നവംബർ ഡിസംബറിൽ കണ്ണിമാങ്ങ. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഈ കണ്ണിമാങ്ങ. അത് ഗ്രീഷ്മകാലം, അതായത് മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും ഭയങ്കര ചൂടാണ്. ആ ചൂട് കാലത്ത് നമ്മൾ മധുരമുള്ളതാണ് കഴിക്കേണ്ടത്. അപ്പോഴേക്കും മാങ്ങ പഴുത്തുണ്ടാവും. ഇത് തന്നെ ചക്കടി.
അപ്പം ഗ്രീഷ്മ പണ്ടൊക്കെ എനിക്ക് എൻ്റെ വില്ലേജ് അറിവ് ഈ വേനൽക്കാലത്ത് ഏപ്രിൽ മെയിൽ ചക്ക കൊണ്ട് മാത്രം ജീവിച്ചിരുന്നു. ഒരു ചക്ക ഒരു കുടുംബത്തിലേക്ക് ഒരു വലിയൊരു ചക്കയുണ്ട്, അത് മാത്രം മതി അവർക്ക്. ആ ചക്കക്കുരു കൊടുക്കും. അപ്പോൾ അത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അങ്ങനെ നാച്ചുറൽ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും വെജിറ്റബിൾസും, അതുപോലെ ഇപ്പോൾ നവംബർ ഡിസംബർ കാലത്ത് ഈ കിഴങ്ങുകൾ ധാരാളം ഉണ്ടാവും. കാച്ചിൽ, കാവുത്ത്, അങ്ങനെ ഇവിടെ ആ കിഴങ്ങ് ആ സമയത്ത് നമ്മുടെ അഗ്നി, അതായത് ദഹനശക്തി കൂടിയിരിക്കും. ഈ മഞ്ഞുകാലത്ത്, നമ്മൾ തിരുവാതിര കാലത്ത് അന്ന് നമ്മൾ പഴവും ഇളനീരും ഇങ്ങനെ ഈ പുഴുക്ക്, അതെന്താ വെച്ചാൽ ഈ നമ്മളെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. ഉള്ളിലുണ്ടാകുന്ന ഈ മെറ്റബോളിസം കൂടുതലായിരിക്കും, കാരണം ചുറ്റും തണുപ്പാണ്. അപ്പോൾ ഉള്ളിൽ ഭയങ്കര ചൂടാകും. ആ സമയത്ത് നല്ലോണം ഭക്ഷണം കഴിക്കും. ആ കഴിക്കാൻ ദഹിക്കാൻ എന്ത് കഴിച്ചാലും ദഹിക്കും. അതാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ആ സമയത്ത് അത് ധാരാളം കഴിക്കുക. അങ്ങനെ ഓരോരോ സമയത്ത് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ, അതുപോലെ നമ്മൾ അത് ആവശ്യത്തിനനുസരിച്ച് എക്സസൈസ്, ഇത് പ്രാവർത്തികമൊക്കെ വളരെ എളുപ്പമാണ്. അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്താൽ പിന്നെ അത് വിടില്ല. ധാരാളം ആൾക്കാർ ഇപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ കുറേ ആൾക്കാർ ക്യാമ്പ് നടത്തിയിട്ട് അവരൊരു 4 മാസം കഴിഞ്ഞ ഡോക്ടർ ഞാനിപ്പോൾ എല്ലാം മരുന്ന് നിർത്തി. ഇന്ന് ആളുകൾക്കൊരു സ്വതവേ ഒരു ഭയമുണ്ട്. കാരണം ഏത് സമയം വേണമെങ്കിലും ഏത് അസുഖം നമുക്ക് വരാം എന്നുള്ള ഒരു ഭയം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ കൂടുതൽ ആയുർവേദത്തിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഡോക്ടർ, നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊന്നുമില്ല, അവർക്ക് ഇതുപോലെ ഒരു ആയുർവേദ ശൈലി എങ്ങനെ പിന്തുടരാം? അതായത് ആരോഗ്യശീലങ്ങൾ അതാ ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കണം, കുറച്ച് സൂര്യപ്രകാശം, ഒരു 6 മണിക്കെങ്കിലും എണീക്കുക. എന്നിട്ട് നമ്മൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ, കുളി, പല്ലുതപ്പൊക്കെ കഴിഞ്ഞ് ഇതിനെല്ലാം കഴിയുന്ന നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. എന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 മുമ്പ് കഴിക്കണം. എല്ലാവരും, കുട്ടികളെ അടക്കം ഇരുത്തി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ആ കുടുംബത്തിൻ്റെ ഇത് വരില്ലേ, പീപ്പിൾസ് ഹൂ ഡൈൻസ് ടുഗദർ ലവ് ടുഗദർ എന്ന് പറയുന്നത്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്, നാച്ചുറലായിട്ടുള്ള ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ പുട്ടോ എന്താ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആ ഉച്ചയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഊണയ്ക്കാം. അപ്പോൾ അതാത് സമയം നാച്ചുറലായിട്ടുള്ള ഫുഡ് കൊടുക്കാം. വൈകുന്നേരം നമ്മളൊരു 5 മണി വന്നു എല്ലാവരും കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് വർത്തമാനം പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അന്യോന്യം കുറച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ രാത്രി ഭക്ഷണം എപ്പോഴും നമ്മളൊരു 8:30-9 മുമ്പ് കഴിക്കണം. ഇപ്പോൾ രാത്രി 11 മണിക്കാണ് ഭക്ഷണം. അത് മാറ്റി മാക്സിമം ഒരു 10:30 മണി 11 മണിക്ക് എല്ലാവരും ഉറങ്ങിയിരിക്കണം. ഇതും പിന്നെ ഈ ധാരാളം വെള്ളം കുടിക്കണം. കുട്ടികളെ കൊണ്ടുപോകണം. കുട്ടികൾ വെള്ളം കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവരും. അത് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഞാൻ ചില കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് ഒന്നും മനസ്സിലാക്കുക, അവനെ ഇത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, അവൻ സുഖമായിട്ട് കുടിക്കും. കുട്ടികൾ നമ്മളൊരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ അവരതുപോലെ പിന്തുടരും. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ എനർജി ഫുഡിൽ നമ്മൾ നല്ല ഫുഡ് കഴിച്ച എനർജി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഓരോരുത്തരും, പിന്നെ ഓരോരുത്തരും ജോലിക്കനുസരിച്ച് വെച്ച നൈറ്റ് ഡ്യൂട്ടിയുള്ള ആൾക്കാർ, അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ അധികമായ ആഹാരം കഴിക്കരുത്, ആവശ്യത്തിൽ ആഹാരം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇപ്പോൾ ഈ ഡ്രസ്സ് തന്നെ നമ്മൾ നാച്ചുറലിക്ക് പറ്റി, ഇപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ വെറും സിമ്പിളായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ്, ഇവിടെ യൂണിഫോം ആയാൽ കഷ്ട കുട്ടികളുടെ യൂണിഫോം, അതിനൊരു മീതൊരു കോട്ട്, ഇതൊക്കെ ഈ ചൂടിലേക്ക് അതന്നെ കുട്ടികൾക്ക് കുറേ അസുഖം വരും. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഫംഗസും ചൊറിയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് നാച്ചുറലായിട്ട് കോട്ടൺ ഡ്രസ്സാക്കി മാറ്റുക. നമ്മുടെ കാലി ഇഷ്ടംപോലെ നല്ല ഡ്രസ്സാണ്, ആ കുട്ടികൾക്ക് യൂണിഫോം ആക്കി മാറ്റണം. അങ്ങനെ എല്ലാവർക്കും ഒരു ഫാമിലിക്ക് ഇതുപോലെ. പിന്നെ അവർ ഒഴിവ് ദിവസങ്ങൾ എല്ലാവരും കൂടി കുറച്ച് ചെടികളൊക്കെ നട്ട് പ്രകൃതി ഒന്ന് ശുദ്ധമാക്കുക, എല്ലാവരും കൂടി ചെയ്യണം. ചുറ്റുപാടത്തൊന്ന് ക്ലീനാക്കി ആ രീതിക്ക് നമ്മളെ ശരീരവും നമ്മളെ ശരീരത്തിന് പുറത്തും നമ്മളെ ചുറ്റുപാടും ശുദ്ധമാക്കുക, ശുദ്ധമായ ആഹാരം. ഡോക്ടർ, നമ്മുടെ സമയം ഇപ്പോൾ കഴിയാറായി. അപ്പോൾ സെപ്റ്റംബർ 23 ആയുർവേദ ദിനം. അപ്പോൾ ഒരു ആയുർവേദ ഗുരു എന്ന നിലയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ഈ ആയുർവേദ ദിനത്തിൽ പറയാനുള്ളത്? ഈ ആയുർവേദ ദിനത്തിൽ ആയുർവേദ ഗുരു എന്ന നിലയ്ക്ക് ആരോഗ്യം വളരെ പരമപ്രധാനമാണ്. രോഗം വരുന്നതിനേക്കാൾ നല്ലത് അത് തടുക്കുകയാണ്. അതിന് ആയുർവേദം ഉപദേശിക്കുന്ന ഒരു ചര്യയാണ് ആയുർവേദ ജീവിതശൈലി. ശുദ്ധമായ ആവശ്യത്തിനനുസരിച്ചുള്ള ന്യൂട്രീഷ്യസ് ഫുഡ്, ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. നമുക്ക് വേണ്ടത് ക്ഷീണം മാറാനുള്ള ആവശ്യത്തിന് ഉറക്കം, പിന്നെ മാനസികമായി സ്വസ്ഥത അല്ലെങ്കിൽ സമാധാനം, അതിന് കുറച്ച് പ്രയറോ മെഡിറ്റേഷനോ എന്തെങ്കിലും ചെയ്യാം. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ലോക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളെ കീപ്പ് ചെയ്യുക. ഇത്രയും നമ്മൾ പ്രാവർത്തികമാക്കിയാൽ അതിൽ കുട്ടികളെയും യുവാക്കളെയും വലിയ എല്ലാവരും കൂടി എപ്പോഴെങ്കിലും ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാം. ഇങ്ങനെ നമ്മളൊരു ആയുർവേദ ജീവിത ശൈലിയിലൂടെ പോയാൽ
നമുക്കൊരു പരിധിവരെ രോഗം വരാതിരിക്കാൻ, ഏത് രോഗം ക്യാൻസർ ആയാലും വേണ്ടില്ല, കോവിഡ് ആയാലും വേണ്ടില്ല, പനി ആയാലും വരാതിരുന്ന് നമ്മുടെ ആയുസ് എത്ര നമുക്ക് ആയുസ്സുണ്ടോ ആ ആയുസ് വരെ നമുക്ക് ആരോഗ്യത്തോടുകൂടെ നമ്മൾ ജീവിക്കാമെന്നാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. അതാണ് എനിക്ക് ഈ ആയുർവേദത്തിൽ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്. കഴിയും നിങ്ങൾ ആയുർവേദത്തിലേക്ക് വരിക, ആയുർവേദ ജീവിതശൈലി അഡാപ്റ്റ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പുതിയ വൈറസുകൾ നമ്മുടെ ആരോഗ്യ മേഖലയെ തകർക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്താം, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാം, അതിന് എത്രമാത്രം അനുയോജ്യമാണ് ആയുർവേദം, അതാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നത്. ആ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാം, പുതിയ വൈറസുകളെ നമ്മുടെ പടിക്ക് പുറത്തു നിൽക്കാനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.